ആ പിന്നെ ഒരു വർത്താനുണ്ട്. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേത് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് നമ്മളും ശരിക്കും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. എടാ ഇത് ആരടാ കണ്ണാടാ? ഇതേത് കണ്ണാടാ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. എന്തോ എങ്ങനെ രാവിലെ കണാകൂട വർത്താനം പറഞ്ഞാണല്ലോ കളിക്കുന്നത്. വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോടാ? കുറിയിട്ട് ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ് എന്റെ ഒരു ഹോബിയാണ്. വരൂ. എടാ കൺമശിക്കുണ്ടാ, നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായ? കിട്ടി, പലിശ സഹിതം കിട്ടി. അവർ 2 ദിവസം മുമ്പ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് തോണ്ടാനിരിക്കണം. അപ്പൊ എന്നെ കഴിവറ മോനെ. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. നീ വീട്ടിൽ പോയി നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി കൺമശിക്കുണ്ടാ. വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ. വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. എങ്കിലും അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? ആരെ നീ എന്നെ വിളിക്കണത് പോലെ തന്നെ തിരിച്ചു വിളിക്കണോ ബാക്കിയുള്ളവരും? നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. ഇവൻ പട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പട്ടി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും. അല്ല ചില്ലറ കഴയല്ല അവന്റെ. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. നീ ആരണ്ടാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എനിക്ക് ഇവിടെ കുറെ ആൾക്കാരുണ്ട്, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പേഴ്സണലി ഞാൻ പറഞ്ഞു ഞാൻ ആണെന്ന് വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അതിന് അവനങ്ങ് കയറി കോണച്ച് നീ ഞാൻ ആരാണെന്ന് അറിയുന്നു. എനിക്ക് എത്ര ഫാൻസ് പേജ് ഉണ്ടെന്ന് അറിയോ? മൈര അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവന്റെ സ്വഭാവം ഏറെക്കുറെയൊക്കെ നിനക്ക് പിടിയിട്ട് കാണുമല്ലോ. നിന്റെ ബിസിനസ് അവിടെ കാണിച്ചാ അവൻ നിന്റെ കൈയും കാലും തല്ലി ഓടിക്കും. അത് ഭയങ്കര പ്രൊവോക്കിംഗ് ആയിരുന്നു ഈഗിളിന്. ഈഗിളല്ലേ മക്കളെ, ഈഗിളിനെ ചൊറിഞ്ഞ എന്താ അവസ്ഥ എന്നുള്ളത് ഇവന്മാർക്ക് ഇപ്പോഴും മനസ്സ് അറിവില്ലായ്മയായിരിക്കാം. ഈഗിളിനെ ചൊറിഞ്ഞു കഴിഞ്ഞാ അത് തൊപ്പിയെ ചൊറിഞ്ഞ പോലെ നിൽക്കുവോ? ഈഗിൾ കുറച്ചുകൂടി മെച്ചുറായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഈഗിളിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടി അത് തൊപ്പീന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാ പവറായിരിക്കും ആ സാധനം. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലേ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഈഗിളോ? ഞാൻ സെർച്ച് ചെയ്തോടെ. എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? എനിക്കറിയില്ല. യൂട്യൂബർ ആണോ? നീ എന്നെ അങ്ങനെ ഊതല്ലേ? നമ്മുടെ പകുതി സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലോടാ. അതിന് നീ ആരാ? ആൾക്കാകെ 10-700 ചില്ലറുള്ളൂ. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ബ്രോ ഈ 4 മറ്റേ കുറി തൊട്ട മറ്റേ കൺമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോട് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. 4 പേരായിട്ട് ഇരുന്ന് 1.5 മണിക്കൂർ അപരാധം പറയുന്നതിന് കിട്ടുന്ന വ്യൂസ് ഇല്ലേ, അതിന്റെ സ്റ്റാർട്ടിംഗ് സൂൺ എനിക്കുണ്ട്. 10 പേറ്റവനോടാ കടിഞ്ഞൂൽ പേരുടെ കാര്യം പറയുന്നത്. വെറുതെ എന്റെ സ്റ്റാർട്ടിംഗ് സൂൺ എന്റെ ചാനലിൽ വരും, മനസ്സിലായോ? അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കണ്ട. എന്താ സംശയമുണ്ടോ? അയ്യോ ഇല്ല, ഐ ആം സോറി. മനസ്സിലായില്ല, സത്യമായിട്ട് മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചേഴ്സ്. ഇനി എല്ലാരും പിരിഞ്ഞു പോ. സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും.